എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പാനിക് അറ്റാക്കിനെ കുറിച്ചാണ്. ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. മനസ്സിൻ്റെ ഉത്കണ്ഠ, സ്ട്രെസ് എന്നിവ ശരീരത്തെ ബാധിക്കുന്നു. അതുപോലെ ശരീരത്തിൻ്റെ ഏത് രോഗവും മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പാനിക് അറ്റാക്ക് എന്താണെന്നും അത് വരാനുള്ള കാരണം, ലക്ഷണം, പരിഹാരങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. എന്താണ് പാനിക് അറ്റാക്ക്? മനസ്സിൻ്റെ അതിശക്തമായ ഉത്കണ്ഠ, ഭയം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയാണ് പാനിക് അറ്റാക്ക്. ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നെഗറ്റീവായി ട്രിഗർ ചെയ്യുന്ന അവസ്ഥ. ഇത് പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വരാവുന്ന രോഗമാണ്. ഇനി പാനിക് അറ്റാക്കിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ദീർഘനാളായി ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ ഭയം, ഇത് ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു, നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു, ബ്രെയിൻ ഫംഗ്ഷനെ ബാധിക്കുന്നു. ക്രമേണ ഇത് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന, ഭയമുണ്ടാക്കുന്ന, ടെൻഷനൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ ഉപബോധ മനസ്സ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സ് ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് കാര്യങ്ങളോടുള്ള അമിതമായിട്ടുള്ള ശ്രദ്ധ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. അപ്പോൾ ഈ അമിതമായിട്ടുള്ള ടെൻഷൻ നിരന്തരം ശരീരത്തിന് താങ്ങാവുന്നതിനപ്പുറമായിട്ട് വരുമ്പോൾ ശരീരം ഇതിനോട് കാണിക്കുന്ന ചില റിയാക്ഷൻസ് ഉണ്ട്. അതാണ് പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇങ്ങനെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, നിരന്തരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ചില പ്രത്യേക സാഹചര്യത്തിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട ആത്മവിശ്വാസം കുറയുന്നതായിട്ടും ഡിഫൻസ് മെക്കാനിസത്തെ അത് ബാധിക്കുന്നതായിട്ടും ആ രോഗി തന്നെ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാനിക് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമൂഹത്തെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ, അതല്ലെങ്കിൽ ശരീരവും മനസ്സും ചില പ്രത്യേക സംഘർഷകരമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ഒക്കെ തന്നെ പാനിക് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അത് തന്നെയല്ല, ശരീരം വളരെയേറെ വീക്കാകുന്ന സമയത്ത് ഇത് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എനർജി ലെവൽ കുറഞ്ഞിരിക്കുന്ന സമയത്ത്, അമിതമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്, ആകാംക്ഷ ഉള്ളപ്പോൾ ഒക്കെ തന്നെ പലർക്കും പാനിക് അറ്റാക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അടുത്തതായി പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ ആൾക്കാരിലും ഹൃദയമിടിപ്പ് കൂടുതലായി കാണുന്നതാണ് ആദ്യം കാണുന്ന ലക്ഷണം. അതോടൊപ്പം തന്നെ തലചുറ്റൽ, തലകറക്കം പോലെ വരുന്നു. അതുപോലെ ചില ആൾക്കാർക്ക് ശരീരം പെട്ടെന്ന് ചൂടാകുന്നു, ചിലർക്ക് തണുക്കുന്നു. അതുപോലെ ശരീരത്തിനൊരു ഷിവറിങ്, ഒരു വിറയൽ വരിക, അതുപോലെ തന്നെ വിയർക്കുക, നല്ല വിയർപ്പുണ്ടാകുക, മൊത്തത്തിലൊരു വല്ലാത്ത തളർച്ച ഫീൽ ചെയ്യുന്നു, തല ചുറ്റി വീണു പോകുമോ അല്ലെങ്കിൽ ബാലൻസ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫീല്. അതുപോലെ തന്നെ ശക്തമായ നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലുള്ള നെഞ്ചുവേദന. അതുപോലെ ചില ആൾക്കാർക്ക് തോന്നുന്നത് ശക്തമായ തലവേദനയായിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് തോന്നുന്നത് വയറിൻ്റെ ഭാഗത്തുള്ള വല്ലാത്ത വേദന. അതുപോലെ തന്നെ വല്ലാതെ അണയ്ക്കുന്നു, ശ്വാസം കിട്ടാനായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നു. മൊത്തത്തിലൊരു ഭയാനകമായ ഒരു സിറ്റുവേഷനാണ് അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് തോന്നുന്നത്. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളോ അവിടെ ഉണ്ടാകുന്നില്ല. അതാണ് പാനിക് അറ്റാക്കിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കാണുന്നവരെ സംബന്ധിച്ച് ആ സാഹചര്യം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സംഘർഷപരമായിട്ടുള്ള ഒരു കാര്യവും അവിടെ കാണത്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു വ്യക്തി എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ആ വ്യക്തിയുടെ മനസ്സ് എവിടെ കൊടുക്കുന്നു, എവിടെ ഏകാഗ്രമാകുന്നു, അത് ഈ അസുഖത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ നമുക്ക് സ്വയം എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ആ നിമിഷം പറ്റുന്നത് ഒരു വ്യക്തിക്ക് തനിയെ? ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡീപ്പ് ബ്രീത്തിങ് റിലാക്സേഷൻ ടെക്നിക്ക് തന്നെയാണ്. മൂക്കിൽ കൂടെ ശ്വാസം ശക്തമായിട്ട് എടുക്കുക, അതിനുശേഷം ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ശക്തമായിട്ട് വായിൽ കൂടി പുറത്തേക്ക് വിടുക. അപ്പം മൂക്കിൽ കൂടി ആഴത്തിൽ വേണം മൂക്കിൽ കൂടെ ശ്വാസം ഇൻഹേൽ ചെയ്യാൻ.
എന്നിട്ട് ശക്തമായിട്ട് വായിൽ കൂടെ പുറത്തേക്ക് വിടുക. ഇത് ഒരു 6-7 പ്രാവശ്യം ഉടനെ തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നമ്മുടെ ആന്തരിക അവയവങ്ങൾ പെട്ടെന്ന് റിലാക്സ്ഡ് ആകുന്നു. അതുപോലെ ഒരു പ്രത്യേക കൺട്രോൾ നമ്മുടെ ശരീരത്തിൽ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ തിരിച്ചു വിടുക. കൂടുതൽ ആൾക്കാരിലും ഒരു ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള അഗാധപരമായിട്ടുള്ള ഒരു അറ്റൻഷനായിരിക്കും കൂടുതൽ ആൾക്കാരിൽ നിലനിൽക്കുന്നത്. ഉപബോധ മനസ്സിൽ, കോൺഷ്യസ് ആയിട്ടല്ല, ഉപബോധ മനസ്സിൽ അവരത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിൻ്റെ ശ്രദ്ധയെ ബോധപൂർവം കോൺഷ്യസ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ അവിടെ ചുറ്റും കാണുന്ന വേറെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിരീക്ഷിക്കുക. അതിനെക്കുറിച്ച് വെറുതെ ചിന്തിക്കാൻ തുടങ്ങുക. ചുറ്റുമുള്ള ഏതെങ്കിലും കാര്യത്തിൽ, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നുമല്ല. അതുപോലെ തന്നെ മറ്റ് വ്യക്തികളെക്കുറിച്ചും നമ്മളിവിടെ ചിന്തിക്കാതെ പൂർണ്ണമായിട്ടും വ്യക്തികളിൽ നിന്നെല്ലാം മാറി മറ്റെന്തെങ്കിലും, ഈ പ്രകൃതിയിൽ കാണുന്ന വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച്, മാനുഷികമല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ അത് നോക്കുകയും അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന് നമ്മളൊരു പബ്ലിക് പ്ലേസിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെയുള്ള വാഹനങ്ങളുടെ കളർ നോക്കുക, അതിൻ്റെ നമ്പർ പ്ലേറ്റിൽ അതിൻ്റെ നമ്പർ വായിക്കുക. അതുപോലെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൃക്ഷങ്ങളെ നോക്കുക, അതിനകത്തെ ഫലങ്ങളെ നോക്കുക. അതുപോലെ വീടുകളുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കളറുകൾ, അതിൻ്റെ പെയിൻറ്റിങ്ങുകളും കളറുകളും നോക്കുക. അങ്ങനെ നമ്മുടെ ശ്രദ്ധ മാറ്റിവിടുക. അതുപോലെ തന്നെ ശബ്ദത്തിൽ ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള ശബ്ദം. ഇപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റി ഓഫ് സൗണ്ട് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട് അത് എണ്ണുക. വണ്ടിയുടെ ഓണിൻ്റെ സൗണ്ടാണെങ്കിൽ അതല്ല പക്ഷികളുടെ സൗണ്ടാണെങ്കിൽ അങ്ങനെ, അത് വേറെ ഏതെങ്കിലും മൈക്കിൻ്റെ സൗണ്ടാണെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായ ശബ്ദങ്ങളെ അനലൈസ് ചെയ്ത് അതിനെ കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സമയത്ത് പല ഓർമ്മകളും നമ്മുടെ മനസ്സിൽ വരും. ഈ ഓർമ്മകളോടൊന്നും നമ്മൾ പ്രതികരിക്കരുത്, ഒരാൻസറും പറയരുത്. ഈ ഓർമ്മകളോടൊന്നും ഒരാൻസറും പറയാതെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. അതിനെ വെറുതെ അലക്ഷ്യമായിട്ട് അലസതയോടെ നോക്കുക. ഒരിക്കലും താല്പര്യമായിട്ട് നമ്മുടെ ഓർമ്മകളെ നോക്കരുത്, അലസമായിട്ട് നോക്കുക. ടു ബി എ സ്പെക്ടക്ടർ. ഇവിടെ കുറേ സമയത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ഓർമ്മകളെയും ചിന്തകളെയൊക്കെ അലസമായിട്ട് നിരീക്ഷിക്കാവുള്ളൂ. അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സിനെ ക്രമേണ അനുവദിക്കുക. അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് ഉടനെ ചെയ്യാവുന്നത് 100ൽ നിന്നും താഴോട്ട് കൗണ്ട് ചെയ്യുക. 100, 99, 98, 97, 96 അങ്ങനെ താഴോട്ട് കൗണ്ട് ചെയ്യുക. അതുപോലെ ആങ്സൈറ്റി ഡിസോർഡർ കൂടി വരുമ്പോഴാണ് സാധാരണ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ, അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം. ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് ഹാബിറ്റ് ആക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ യോഗയും ഹാബിറ്റ് ആക്കുക. ഉടനെ തന്നെ നമ്മൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ രോഗിയുടെ ആന്തരിക അവയവങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണ നിലയിലായി ശാന്തമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.